ഹലോ കുട്ടികളെ, അപ്പം എല്ലാ കുട്ടികളും +1 +2 എക്സാമൊക്കെ കഴിഞ്ഞ് റിലാക്സ് ആയിട്ട് ഇരിക്കുകയാണ്. +1 കുട്ടികൾ +2 ടോപ്പിക്ക് പഠിച്ചു തുടങ്ങി കാണും. +2 കുട്ടികൾ കീം നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവർ അത് പഠിക്കുന്നുണ്ടായിരിക്കും. അല്ലാത്ത കുട്ടികൾ കുറച്ച് എൻ്റർടൈൻ ഒക്കെ ചെയ്തിരിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വാല്യുവേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അറിഞ്ഞു കാണും. +1ലെയും +2ൻ്റെ വാല്യുവേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ റിസൾട്ട് കുറേ കുട്ടികൾ ചോദിച്ചായിരുന്നു, സാറേ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റിസൾട്ട് എപ്പോൾ വരും? അപ്പോൾ നിലവിൽ അറിയാൻ കഴിഞ്ഞത് ഇമ്പ്രൂവ്മെൻറ്റ് +1ൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്, അതായത് +2 കുട്ടികൾ ഇപ്പം +1 ഇമ്പ്രൂവ് എഴുതിയല്ലോ, ആ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ട് ആയിരിക്കും ആദ്യം വരുന്നത്. കാരണം ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ വാല്യുവേഷനാണ് ആദ്യം തുടങ്ങിയിട്ടുള്ളത്. അപ്പം +1ൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് വാല്യുവേഷൻ തുടങ്ങിയതുകൊണ്ട് ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് ആദ്യം വരും. അതിൻ്റെ തൊട്ടടുത്ത് ചിലപ്പോൾ ഒരുമിച്ച് തന്നെ എന്ത് വരും, ഇമ്പ്രൂവ്മെൻറ്റും വരും +2 വരും. അപ്പോൾ +2 കുട്ടികൾ ടെൻഷൻ അടിക്കേണ്ട, +2 റിസൾട്ട് വരുന്നതിൻ്റെ കൂടെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റും കൂടെ വരും. അപ്പോൾ നിങ്ങൾക്ക് +2 റിസൾട്ട് വന്നതിന് ശേഷം ഇമ്പ്രൂവ്മെൻറ്റ് വരുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് റിസൾട്ട് നേരത്തെ പബ്ലിഷ് ആവും കേട്ടോ. ഇനി +1 കുട്ടികളുടെ റിസൾട്ട് ഇപ്പോൾ നിലവിൽ അറിയാൻ കഴിഞ്ഞത് ഇമ്പ്രൂവ്മെൻറ്റ് കൂടെ അവരുടെ പേപ്പർ നോക്കുന്നില്ല. ഇവിടെ പേപ്പർ നോക്കിയതിന് ശേഷം ഉടനെ അവരുടെ പേപ്പർ നോക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി ഇമ്പ്രൂവ്മെൻറ്റ് കൂടെ നോക്കുമോ എന്നും നിലവിലൊരു ഇത് വന്നിട്ടില്ല. മേ ബി ചിലപ്പോൾ നോക്കുക, കാരണം രണ്ടും ഒരേ പാറ്റേൺ ആണല്ലോ, എക്സാം ഒന്നാണല്ലോ. ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറയുമ്പോഴും ഇപ്പോഴത്തെ +1 ഒരേപോലെ ആണല്ലോ. ചിലപ്പോൾ നോക്കാം, പക്ഷേ റിസൾട്ട് പെട്ടെന്ന് വരുത്തിക്കാൻ വേണ്ടി ആദ്യം ഇമ്പ്രൂവ്മെൻറ്റ് പേപ്പർ കറക്റ്റ് ചെയ്തിട്ട് പിന്നെ +2ൻ്റെ പേപ്പറാണ് നിലവിൽ കറക്റ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ അതിൻ്റെ കൂടെ +1ൻ്റെ പേപ്പറും കറക്റ്റ് ചെയ്തേക്കാം. അപ്പം നിലവിൽ നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് ഉടനെ തന്നെ വരും എന്ന് പറഞ്ഞാൽ +2 റിസൾട്ട് വരുന്നതിൻ്റെ കൂടെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ടും വരും. അപ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ട, ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് നേരത്തെ എത്തും. ഓക്കെ, പിന്നെ സെക്കൻഡ്, ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു നിങ്ങളെ വാല്യുവേഷനെ കുറിച്ച്. അപ്പോൾ കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനല്ല വാല്യൂ ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് കേസ് നമ്മളെ +2ൻ്റെ വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ വാല്യുവേഷനാണ്. ആദ്യം 2 പേര് വാല്യൂ ചെയ്യും. ഈ 2 വാല്യുവേഷനിൽ മാർക്ക് ഡിഫറൻസ് നല്ല രീതിയിൽ വരെയാണെങ്കിൽ, ഒരു 5 to 8% മാർക്ക് ഡിഫറൻസ് വരെയാണെങ്കിൽ മൂന്നാമതൊരു സാറും കൂടെ വാല്യൂ ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത് +2ൻ്റെ വാല്യുവേഷൻ ഒരിക്കലും ഒരു സാറിന് ലിബറലായിട്ട് വാല്യൂ ചെയ്യാൻ പറ്റൂല. ഒരു സ്റ്റാൻഡേർഡ് മോഡറേറ്റ് ലെവലെ വാല്യുവേഷൻ +2ൻ്റെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാവൂ. അല്ലാതെ ലിബറലായിട്ട് +2 വാല്യൂ ചെയ്യണമെങ്കിൽ ആൻസർ കീയിൽ കൊടുത്തേക്കണം. കാരണം 3 സാറുമാരാണ് വാല്യൂ ചെയ്യുന്നത്. ഇപ്പം ഞാൻ വാല്യൂ ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല വേറൊരു സാറ്. ഇപ്പോൾ ഈ വാല്യുവേഷൻ ഈസി എന്ന് പറഞ്ഞ് ഇപ്പം ഞാൻ എനിക്ക് തോന്നുന്ന പോലെ മാർക്ക് ഇടുകയും വേറൊരു സാറിന് തോന്നുന്ന പോലെ മാർക്ക് ഇടുകയും ചെയ്താൽ 2 മാർക്കിംഗ് സിസ്റ്റത്തിൽ നല്ല രീതിയിൽ ഡിഫറൻസ് ഉണ്ടാകും. അതുകൊണ്ട് +2ൻ്റെ വാല്യുവേഷൻ ട്രിപ്പിൾ വാല്യുവേഷൻ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഈ 3 സബ്ജക്റ്റിൻ്റെ കേസാണ് പറഞ്ഞത്. ബാക്കി സബ്ജക്റ്റ് ഒന്നും ട്രിപ്പിൾ വാല്യുവേഷൻ ഇല്ല. ഈ 3 സബ്ജക്റ്റ് നിങ്ങൾക്ക് റീവാല്യുവേഷൻ പോലും ഇല്ല, ട്രിപ്പിൾ വാല്യുവേഷനാണ്. അപ്പോൾ 2 പേര് ഡബിൾ വാല്യുവേഷനാണ് ആദ്യം. 2 പേരിൽ വാല്യൂ ചെയ്യുന്നതിൽ മാർക്ക് ഡിഫറൻസ് ഉണ്ടെങ്കിൽ മൂന്നാമതൊരു സാറും കൊണ്ട് വാല്യൂ ചെയ്യും. അതുകൊണ്ട് +2 എങ്ങനെയാണോ കീ വന്നിരിക്കുന്നത്, ആൻസർ കീ വന്നിരിക്കുന്നത്, അതുപോലെയാണ് വാല്യുവേഷൻ നടക്കുന്നത്. ഇത് അറിയാത്ത കുറേ കുട്ടികൾ കമൻറ്റ് ബോക്സിൽ കിടന്ന് മെഴുകുന്നതെന്ന് ഞാൻ കണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളിൽ നിങ്ങൾ അഭിപ്രായം പറയരുത്. അറിയാവുന്നവർ പറയുന്നത് കേട്ട് മനസ്സിലാക്കുക. പിന്നെ ഞാനല്ല കുട്ടികളെ വാല്യൂ ചെയ്തത്, എങ്ങനെയാണോ സ്കീം കിട്ടിയത് അതാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത്. ഓക്കെ, ഞാൻ കുറച്ച് ദിവസം സ്ഥലത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് റിപ്ലൈ ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഇതാണ് അതിൻ്റെ സിസ്റ്റമാറ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ, എങ്ങനെയാണോ ആൻസർ കീയിൽ സാധാരണ ഭയങ്കര ഡിഫിക്കൽട്ട് ആണെങ്കിൽ ആൻസർ കീയിൽ വരും ഇന്ന അറ്റംപ്റ്റ് ഗീവ് 1 മാർക്ക്, ഇനി അറ്റംപ്റ്റ് ഗീവ് 2 മാർക്ക്, അല്ലെങ്കിൽ ഇത്ര എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് എന്നൊക്കെ പറഞ്ഞ് ആൻസർ കീയിൽ വരും. +2 ചില ക്വസ്റ്റ്യൻസിന് മാത്രമേ അങ്ങനെ വന്നിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഓവറോൾ വെച്ചാണ് സാർ പറഞ്ഞത് വാല്യുവേഷൻ അങ്ങനെ ഭയങ്കര ഇത് ലിബറൽ ആവില്ല. ഇനി സെക്കൻഡ് കേസ് മോഡറേഷൻ്റെ കേസ്. മോഡറേഷൻ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളെ വാല്യുവേഷനൊക്കെ കംപ്ലീറ്റ് ആയതിനു ശേഷം പാസ് ബോർഡ് എന്ന് പറഞ്ഞ ഒരു ബോർഡ് കൂടും. ഓക്കെ, എന്ന് പറഞ്ഞാൽ എത്ര കുട്ടികൾ പാസ്സായി, അല്ലെങ്കിൽ എത്ര കുട്ടികൾക്ക് മാർക്ക് ഉണ്ടെന്ന് അവർ നോക്കുമ്പോൾ കുട്ടികൾക്ക് മാർക്ക് കുറവാണെങ്കിൽ പാസ് ബോർഡ് എന്ന് പറഞ്ഞാൽ കുറേ ടീച്ചേഴ്സ് ഒരുമിച്ചുള്ളൊരു മീറ്റിംഗ് ആണ്. ആ പാസ് ബോർഡ് കൂടി എത്ര മാർക്ക് മോഡറേഷൻ തരണമെന്ന് അവർ തീരുമാനിച്ച് അവർ മാർക്ക് തരും. അതാണ് മോഡറേഷൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞത്. ആഫ്റ്റർ വാല്യുവേഷൻ കഴിഞ്ഞ് കുട്ടികൾക്കൊക്കെ മാർക്ക് കുറവാണ്, ജനറലി മാർക്ക് കുറവാണ് കിട്ടുന്നതെങ്കിൽ പാസ് ബോർഡ് കൂടി ഒരു പർട്ടിക്കുലർ മാർക്ക് എല്ലാ കുട്ടികൾക്കും മോഡറേഷനായിട്ട് തരും. ഇതാണ് മോഡറേഷൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അത് വാല്യുവേഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് മാർക്ക് കുറവാണെങ്കിൽ മാത്രം. പൊതുവേ മാർക്ക് കുറയാനുള്ള സാധ്യത കുറവാണ്, നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഞാനിങ്ങനെ പറഞ്ഞാലും അത്യാവശ്യം നിങ്ങൾ ഒരു കാരണവശാലും എഴുതിയ മാർക്ക് കുറയത്തില്ല. നിങ്ങളിപ്പം കെമിസ്ട്രിക്ക് 60-ന് 30 മാർക്കിന് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 40 മാർക്ക് കിട്ടും. നിങ്ങൾ എഴുതിയതിനേക്കാളും കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഒരു കാരണവശാലും നിങ്ങൾ എഴുതിയതിനേക്കാളും മാർക്ക് കുറയത്തില്ല. കാരണം വാല്യുവേഷൻ അങ്ങനെ ടൈറ്റ് വാല്യുവേഷനോ ടഫ് വാല്യുവേഷനോ ഒന്നുമല്ല, ലിബറൽ വാല്യുവേഷൻ തന്നെയാണ്. പിന്നെ ഭയങ്കര ഈസി വാല്യുവേഷൻ അല്ല എന്നേ ഉള്ളൂ. നിങ്ങൾ 10ാം ക്ലാസ് പോലത്തെ വാല്യുവേഷൻ അല്ല എന്നേ ഉള്ളൂ. അത്യാവശ്യം മോഡറേറ്റ് വാല്യുവേഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ 2 സാർമാർ തിരുത്തുന്നുകൊണ്ടാണ് ഡിഫറൻസ് വരാതിരിക്കാൻ വേണ്ടിയാണ് ആൻസർ കീയിൽ ഉള്ളതുപോലെ വാല്യുവേഷൻ നടക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു സെറ്റപ്പാണ് വാല്യുവേഷനിൽ വരുന്നത്. ഇനി +1 വാല്യുവേഷൻ്റെ കേസ് ആണെങ്കിൽ +1 കുട്ടികൾ ടെൻഷൻ അടിക്കേണ്ട, ഒരാളാണ് വാല്യൂ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആൾമോസ്റ്റ് എന്താണ്
എക്സാംസ് ഒക്കെ ഈസി ആയാലും ഒരു മോഡറേറ്റ് വാല്യൂഷൻ തന്നെ കിട്ടും. ഇനി നിങ്ങൾ എഴുതിയ മാർക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് റീവാല്യൂഷൻ കൊടുക്കാം. +1 റീവാല്യൂഷൻ ഉണ്ട്. അവിടെ +1 കുട്ടികൾ ആരും ടെൻഷൻ അടിക്കണം. നിങ്ങൾക്ക് എഴുതിയ മാർക്കിനേക്കാളും കുറവാണ് റിസൾട്ട് നമുക്ക് കിട്ടുന്നെങ്കിൽ ഗോ ഫോർ റീവാല്യൂഷൻ, നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. ഒരു വിഷയമില്ല. +1 കുട്ടികൾ സേഫ് സോണാണ്, +2 കുട്ടികളും സേഫ് സോണാണ്. ഈ ട്രിപ്പിൾ വാല്യൂഷൻ്റെ ഒരു കേസ് വരുമ്പോൾ ഉള്ള പ്രശ്നമാണ് സാർ പറഞ്ഞത്. ആൻസർ കീ പോലെ മാത്രമേ സാർമാർ എന്ത് ചെയ്യുള്ളൂ, വാല്യൂ ചെയ്യുള്ളൂ. ആ ആൻസർ കീ എന്ന് പറയുമ്പോൾ പക്ക ആൻസർ കീ അങ്ങ് ചെയ്യത്തില്ല. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് അടുത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, മാർക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് മാർക്ക് കുറവാണെങ്കിൽ എന്ത് ചെയ്യും, മോഡറേഷൻ എന്ന കോൺസെപ്റ്റ്, എല്ലാവർക്കും മാർക്ക് കുറവാണെങ്കിൽ മോഡറേഷൻ എന്ന കോൺസെപ്റ്റ് സർക്കാർ തന്നെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അത് പാസ് ബോർഡ് മീറ്റിംഗ് കൂടിയാണ് തരുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ. ഇത് പല കുട്ടികൾക്കും അറിയില്ല. പിന്നെ കുറേ കുട്ടികൾ ചോദിച്ചായിരുന്നു, സാർ എന്ത് ചെയ്യുന്നു, സാറിന് ഇതൊക്കെ എങ്ങനെ ചെയ്യാം. ഞാൻ ഒരു 5 വർഷമായിട്ട് ഇതിനേക്കാളും വലിയ ബോർഡിലിരുന്ന് ഇതിനേക്കാളും വലിയ പേപ്പർ വാല്യൂ ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, ഞാൻ ഡിഗ്രി ലെവലിൽ പേപ്പർ വാല്യൂ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് വാല്യൂഷൻ്റെ സിസ്റ്റം കാര്യങ്ങളെല്ലാം അറിയാം. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.